പ്രിയ സുഹൃത്തുക്കളെ, ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാനായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. കാര്യം നമ്മുടെ നെടുവങ്കാവ് അറക്കടവ് നിവാസികളുടെ ചിരകാല സ്വപ്നമായിരുന്നു കോഴിപ്പാലം എന്ന് പറയുന്ന ഒരു പാലം ഒരു വലിയ പാലമായി മാറി. അത് ഏതാനും ദിവസങ്ങൾക്കകം തന്നെ അതിൻ്റെ പണി ഏകദേശം മൊത്തം പണിയും പൂർത്തീകരിച്ച്. കാര്യം ഒരു ഗ്രാമപ്രദേശത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു വികസനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ആ ഒരു ദൃശ്യം നിങ്ങളെ നേരി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യം ഇത് വെളിയം പഞ്ചായത്തിലെ കൊട്ര വാർഡിലാണ്. അപ്പോൾ കൊട്ര വാർഡിൽ ഇത്രത്തോളം വലിയൊരു വികസനം, അത് ഒരു ഗ്രാമപ്രദേശത്ത് ഇത്രയും വലിയൊരു റോഡ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് പഞ്ചായത്ത് മെമ്പർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, അവരുടെയൊക്കെ കഠിനമായ പരിശ്രമത്തിൻ്റെ ഭാഗമാണ്. ഇപ്പം നമ്മുടെ കൂടെ ഇല്ല സഖാവ് ജി തോമസ്. അദ്ദേഹമൊക്കെ നമ്മുടെ ഈ ഇതിന് കൂട്ടായിട്ട് നിന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഇന്നില്ലെങ്കിൽ തന്നെയും നമ്മുടെ വാർഡ് മെമ്പറുടെയും ബ്ലോക്ക് മെമ്പറുടെയും സജീവ പ്രവർത്തനങ്ങൾ ആ ഗ്രാമത്തിൽ ഏറ്റവും വലിയ വികസനങ്ങളാണ് കൊണ്ടുവന്നിരുന്നത്. നമ്മൾ ഇതിനൊക്കെ ഏറ്റവും വലിയ ചുക്കാൻ പിടിച്ച ഈ വാർഡ് മെമ്പർ MP പ്രകാശ്, അദ്ദേഹം നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, കരീപ്ര വെളിയം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന അറക്കടവ് പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് ടാറിംഗ് പ്രവർത്തനം ഇന്ന് രണ്ടാം ഘട്ടം നടക്കുകയാണ്. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ വരുന്ന 15 ദിവസത്തിനകം ഇത് നാടിന് സമർപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട കൊട്ടാരക്കര MLA-യും ധനകാര്യ വകുപ്പ് മന്ത്രിയുമായ ശ്രീ KN ബാലഗോപാലിൻ്റെ പ്രത്യേക താൽപ്പര്യമെടുത്തുകൊണ്ടാണ് ആദ്യം 10,28,00,000 രൂപയ്ക്ക് ടെൻഡർ ചെയ്ത പാലവും അപ്രോച്ച് റോഡും, തുടർന്ന് അതിനാവശ്യമായ അഡീഷണൽ ഫണ്ടടക്കം അനുവദിപ്പിച്ചുകൊണ്ട് ഏകദേശം 15 കോടിയോളം രൂപ ഈ പാലവും അപ്രോച്ച് റോഡുമായി അനുവദിച്ചുകൊണ്ടാണ് ഇതിപ്പോൾ പൂർത്തീകരിക്കാൻ കഴിയുന്നത്. ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു കൂട്ടായ്മ, കാരണം 3 മീറ്റർ വീതി ഉണ്ടായിരുന്ന സ്ഥലത്തു നിന്നും 7 മീറ്റർ മുതൽ 12 മീറ്റർ വരെ വീതി ലഭ്യമാക്കി നാട്ടുകാർ സൗജന്യമായി ഈ സ്ഥലം തന്നതുകൊണ്ട് നാട്ടുകാരുടെ ഒരു പൂർണ്ണ സഹകരണത്തോടു കൂടിയാണ് ഇത് ഇത്തരത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞത്. ഇതിന് കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെൻറ്റിനോടും പ്രത്യേകിച്ചും ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാലിനും മറ്റ് കിഫ്ബി ഉദ്യോഗസ്ഥർക്കും എല്ലാമുള്ള നന്ദി ഈ നാട്ടുകാരുടെ പേരിൽ രേഖപ്പെടുത്തുകയാണ്. പറഞ്ഞോ. പ്രിയപ്പെട്ടവരെ, ആയൂർ കേരളപുരം റോഡിൽ ശാസ്താംകടവിലെ ഏതാണ്ട് 70 വർഷത്തോളം പഴക്കമുള്ള ഈ പാലം ഇപ്പോൾ 5.5 മീറ്റർ വീതി മാത്രമാണുള്ളത്. ഇവിടെ 11 മീറ്റർ വീതിയും ഏകദേശം 1 മീറ്റർ ഉയർത്തി ഇവിടെ പുതിയ പാലം നിർമ്മിക്കുകയാണ്. ബഹുമാനപ്പെട്ട കൊട്ടാരക്കര MLA-യും ധനകാര്യ വകുപ്പ് മന്ത്രിയുമായ ശ്രീ KN ബാലഗോപാൽ മുൻകൈയെടുത്താണ് ഇവിടെ പുതിയ പാലം വരുന്നത്. ഇവിടെ മാത്രമല്ല, തൊട്ടപ്പുറത്ത് കരീപ്ര വെളിയം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കൽച്ചിറ പാലവും ടെൻഡർ നടപടികളിലേക്ക് നീങ്ങുകയാണ്. കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെൻറ് ഈ നാട്ടിൽ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ, അത് ഗതാഗതമായാലും വിദ്യാഭ്യാസമായാലും ആരോഗ്യ മേഖലയിലായാലും ഏതു മേഖലയെടുത്താലും നമുക്ക് വലിയ മുന്നേറ്റമാണ് ഉണ്ടാവുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇവിടെ പുതിയ പാലം നിർമ്മിക്കുന്നത്. ഈ പുതിയ പാലം നിർമ്മിക്കുമ്പോൾ തന്നെ ഇപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ അറക്കടവ് പാലം ഒരു ഗ്രാമപ്രദേശത്തോടുകൂടി BMDC നിലവാരത്തിൽ വലിയ പാലമടക്കം നിർമ്മിക്കുമ്പോൾ ഇവിടെ ഈ ഗതാഗതം തടസ്സപ്പെടുമ്പോൾ അതുവഴി അറക്കടവ് പാലം വഴി ബസ് റൂട്ട് അടക്കമുള്ള എല്ലാ വാഹനങ്ങളും പോകുന്നതിനുള്ള സൗകര്യം കൂടി ഒരുക്കിക്കൊണ്ട് തൊട്ടടുത്ത ജൂൺ 15 മുൻപായി തന്നെ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ അത് ഉദ്ഘാടനം ചെയ്താൽ ഇവിടെ നടപ്പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത ഒരാഴ്ചക്കകം തന്നെ നടപ്പാലം പൂർത്തീകരിച്ച് ഇതിൻ്റെയും നിർമ്മാണം ആരംഭിക്കുകയാണ്.